ഇന്നിപ്പോൾ മഹാരാഷ്ട്രയും ജാർഖണ്ഡും പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. മഹാരാഷ്ട്രയുടെ കാര്യത്തിലും ഇതുപോലെ വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. അതായത് NCPയുടെയും ശിവസേനയുടെയും ഒക്കെ പിളർപ്പിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു നിലനിൽപ്പ് എന്തായിരിക്കും എന്നുള്ളതിൽ കൂടിയുള്ള ഉത്തരമാണ് ഈ തെരഞ്ഞെടുപ്പ്. അവിടെ ഏറ്റവും ഒടുവിൽ BJPയുടെ ഉന്നത നേതാവിന്റെ കയ്യിൽ നിന്നും 5 കോടി പിടിച്ചു എന്നൊക്കെയുള്ള വലിയ ഇന്നലെ രാഷ്ട്രീയ വിമർശനങ്ങൾ ഏറ്റവും ഒടുവിൽ ചർച്ച ചെയ്തതാണ്. അവിടെയും ട്വിസ്റ്റ് ആയിരുന്നു മഹാരാഷ്ട്രയിലും. അതെ, എന്താണ് സംഭവിക്കുക എന്നറിയില്ല. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആവർത്തിക്കും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിൽ മഹാവികാസ് അഘാഡിയുണ്ട്. എന്നാൽ മഹായുതി അതല്ല, അവരുടെ പ്രതീക്ഷ മറ്റൊന്നാണ്. ഓക്കെ, അപ്പോൾ എത്ര സീറ്റാണ്? 288 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്ന് ഒറ്റഘട്ടമായി നടക്കുന്നത്. NCPയിലും ശിവസേനയിലും ഉണ്ടായ പിളർപ്പുകൾ, പ്രകാശ് താക്കറെയും അസദുദ്ദീൻ ഒവൈസിയും രാജ് താക്കറെയും എത്രത്തോളം വോട്ട് പിടിക്കും, അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ അപ്രവചനീയമാക്കുന്നു. അറിയാം മഹാരാഷ്ട്രയിലെ മഹായുദ്ധ വിശേഷങ്ങൾ. മഹാരാഷ്ട്ര ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുക 6 മേഖലകളിലെ ഫലങ്ങളാണ്. പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും അധികം സീറ്റുകൾ, 70 എണ്ണം. ഇതിൽ 20 മണ്ഡലങ്ങളിൽ ശരത് പവാറിന്റെ NCPയും അജിത് പവാറിന്റെ NCPയും നേരിട്ട് ഏറ്റുമുട്ടുന്നു. മഹാവികാസ് അഘാഡി സഖ്യത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നേരിയ മുൻതൂക്കമുണ്ടായിരുന്നു. വിദർഭയിൽ 62 സീറ്റുകളുണ്ട്. കർഷകരാണ് വിധി നിർണയിക്കുക. ഇവിടുത്തെ 7 ലോക്സഭാ സീറ്റുകളിൽ 5 നേടിയത് കോൺഗ്രസ് ആയിരുന്നു. കൊങ്കണാണ് മറ്റൊരു മേഖല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ 6 സീറ്റിൽ 5 നേടിയത് BJP നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം. 39 സീറ്റുകളാണ് നിയമസഭയിലേക്കുള്ളത്. BJPയെ കൊങ്കൺ പിന്തുണച്ചേക്കും. മറാഠ്വാഡയിൽ 46 മണ്ഡലങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റുകളിൽ 7 നേടിയത് മഹാവികാസ് അഘാഡി സഖ്യം. ഭരണകക്ഷിക്ക് 1 സീറ്റ് മാത്രമേ നേടാനായുള്ളൂ. മുംബൈ മേഖലയിൽ 36 സീറ്റുകളുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 6 സീറ്റുകളിൽ ഭരണകക്ഷിക്ക് നേടാനായത് 2 എണ്ണം മാത്രം. വടക്കൻ മഹാരാഷ്ട്രയിൽ 35 നിയമസഭാ സീറ്റുകളുണ്ട്. 2018 കിസാൻ ലോങ് മാർച്ച് ഇവിടെ നിന്നാണ് ആരംഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റിൽ 8 എണ്ണം BJPക്കായിരുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 48 സീറ്റുകളിൽ 30ഉം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാഡി സഖ്യം നേടി. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 105ഉം ശിവസേനയ്ക്ക് 56ഉം NCPക്ക് 54ഉം കോൺഗ്രസിന് 44ഉം മറ്റുള്ളവർക്ക് 29 സീറ്റുകളും ലഭിച്ചു. BJP ശിവസേന സഖ്യം ഉടക്കിപ്പിരിഞ്ഞതിനാൽ ശിവസേന NCP കോൺഗ്രസ് സഖ്യം അധികാരത്തിലെത്തി. ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രി. 2022 ശിവസേനയിൽ നിന്നും ഏക്നാഥ് ഷിൻഡെ തെറ്റിപ്പിരിഞ്ഞ് BJPക്കൊപ്പം ചേർന്നു. ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയായി. NCPയും 2ആയി പിരിഞ്ഞ് അജിത് പവാർ വിഭാഗം BJPക്കൊപ്പം ചേർന്നു. പ്രവചനാതീതമാണ് മഹാരാഷ്ട്ര. റിസർച്ച് ഡെസ്ക് 24.